ഡൈവേഷൻസ് രാഘവൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മധുരപ്പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മധുരപ്പച്ചടി നമ്മൾ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ കൊണ്ടാണ്. അപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണല്ലോ ഇപ്പോൾ. ഒരുപാട് ഫ്രൂട്ട്സ് വരുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ 100 രൂപയ്ക്കൊക്കെ 4 കിലോ വരെയൊക്കെ കിട്ടും. അത്രയ്ക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് പൈനാപ്പിൾ. അപ്പോൾ നമുക്കിന്ന് പൈനാപ്പിൾ വെച്ചിട്ട് നല്ലൊരു പച്ചടി തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവല്ലേ. നമ്മുടെ പച്ചടിയിലേക്ക് വേണ്ട സാധനങ്ങൾ പൈനാപ്പിൾ, ഒരു ചെറിയ പൈനാപ്പിൾ മുറിച്ചെടുത്താണ് കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. അതേപോലെ അരമുറി തേങ്ങ ചിരവിയത്, പഞ്ചസാര, ജീരകം, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കടുക്, തൈര്, ഇത് താളിക്കാൻ ആവശ്യത്തിന് ഉണക്കമുളക്, കുറച്ച് ഉലുവ, കറിവേപ്പില, എണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് 1/2 ടീസ്പൂൺ ജീരകം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കടുകുണ്ടല്ലോ, കടുക് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മളിത് കടുക് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തേങ്ങ ജീരകം ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ കട്ടിയിൽ വരണം. നമ്മൾ ചമ്മന്തിക്കൊക്കെ അരക്കില്ലേ, അതുപോലെ കട്ടിയിൽ അരയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ പച്ചടി വെള്ളമായി പോകും കേട്ടോ. അപ്പം നമുക്ക് പച്ചടി തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് ഇതുപോലൊരു മൺചട്ടി എടുക്കുക. മൺചട്ടിയിലാണ് പച്ചടി ശരിക്കും തയ്യാറാക്കേണ്ടത്. മൺചട്ടിയിലേക്ക് നമുക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ട് ഇവിടെ, ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചേർത്തു. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്തു. ഓക്കെ, 2 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ്. ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്യണേ. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, വളരെ കുറച്ച് വെള്ളം ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഒരുപാട് വെള്ളം ആക്കരുത്, കാരണം ഇത് പച്ചടി എന്ന് പറയുന്ന ഒരു തൊടുകറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ പൈനാപ്പിൾ വെന്തോ നോക്കണ്ടേ. നോക്കൂ, നന്നായി വെന്തിട്ടുണ്ട് കണ്ടോ. വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചതിൻ്റെ പകുതി ആയിട്ടുണ്ട് കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മിക്സുകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചുള്ള ജീരകവും തേങ്ങയും കൂടി അരച്ച് മിക്സില്ലേ, അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് പൊടിച്ചതാണിത് കേട്ടോ. കടുക് പൊടിച്ച് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിനുശേഷം നമുക്കിത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് തൈര് ഇളക്കി കൊടുക്കുക. തൈര് ഇളക്കിയിട്ട് മാത്രം ചേർക്കുക കേട്ടോ. തൈര് ആവശ്യത്തിന് മാത്രം തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പുളി നമ്മൾ നന്നായിട്ട് നോക്കുക. പുളി നോക്കിയിട്ട് നമുക്ക് എത്ര പുളി ആവശ്യമുണ്ടോ അത്രയ്ക്ക് മാത്രമേ തൈര് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനിപ്പോൾ 1 ടീസ്പൂണോ 2 ടീസ്പൂണൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പുളിയുടെ ആ ഒരു വ്യത്യാസം ഉണ്ടാവും തൈരിൽ. ചില തൈര് പുളി ഇല്ലാത്തതായിരിക്കും, ചിലത് പുളിയുള്ള തൈരായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ആഡ് ചെയ്താൽ മതി. ഇതിൽ ഇത്തിരി ഉപ്പിൻ്റെ കുറവെങ്കിൽ ഫീൽ ചെയ്ത്, അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിനി ഇത് താളിച്ചൊഴിക്കേണ്ട മാത്രമേ പരിപാടി ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റൗ ഓഫ് ആക്കണേ.
ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിന് താളിക്കാനുള്ള പരിപാടി ചെയ്യാം. രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. എണ്ണ ചൂടായി നോക്കട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉലുവ അത്രേ വേണ്ടൂ. ഉലുവ പൊട്ടി തുടങ്ങി. അപ്പോൾ അതിലേക്ക് നമ്മളിതാ ഒരു ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കടുകിട്ടു. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള 3 വറ്റൽമുളക് അത് നമുക്കൊന്ന് പൊട്ടിച്ച് ചേർക്കാം. പൊട്ടിച്ച് ചേർത്താൽ എന്താ വെച്ചാൽ വറ്റൽമുളകിൻ്റെ മണം നന്നായിട്ട്, അതിൻ്റെ രുചിയൊക്കെ നന്നായിട്ട് വരും. രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ പച്ചടിയിലേക്ക് വെച്ച് വെക്കാം. നമ്മുടെ പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മധുര പച്ചടി എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ടേ, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാവരും കാണണം കേട്ടോ. കണ്ടാൽ മാത്രം പോരാ, നല്ല നല്ല കമൻറ്റ്സ് എഴുതി അയയ്ക്കുക. അതേപോലെ നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റ്സും ഞങ്ങൾ വായിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുപോലും ഒഴിവാക്കുന്നില്ലേ, എല്ലാം ഞങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നല്ല നല്ല കമൻറ്റ്സ് ഞങ്ങൾക്ക് പിന്നെ എഴുതുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതിൽ ഓൾ എന്നുള്ള ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇനി മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വിഭവമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.